ഹലോ, നമസ്കാരമുണ്ട്. നമുക്കിന്നൊരാളെ പരിചയപ്പെടാം കേട്ടോ. ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. രാവിലെ ഒരു കടയിൽ നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ അദ്ദേഹത്തിനെ കണ്ടതാണ്. അപ്പോഴാണ് അറിഞ്ഞ നല്ലതുപോലെ പാട്ട് പാടുന്നൊരു സഹോദരനാണ് പുള്ളിയെന്ന്. അമ്പലങ്ങളിലൊക്കെ പാടാൻ വേണ്ടി പോകുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അദ്ദേഹത്തിനെ കൊണ്ട് നമുക്കൊരു പാട്ട് പഠിക്കാം. ഇദ്ദേഹമാണ് ആള്. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് കാർത്തികേയൻ. കാർത്തികേയൻ. ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞു, നമ്മൾ മൈക്ക് എടുത്ത്. കാർത്തികേയൻ. വീട് എവിടാ? വീട് ആനാരി. എന്തോ ജോലി? എന്തോ ചേട്ടൻ്റെ ജോലി? തൊഴിലുറപ്പിന് പോവുകയാണ്. ചേട്ടൻ നല്ലപോലെ പാട്ട് പാടുമെന്ന് പറയുന്നത് കേട്ടല്ലോ. ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാവോ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഞാൻ അത്ര വലിയ പാട്ടുകാരനല്ല, എങ്കിലും ശ്രമിച്ചു നോക്കാം. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേട്ടനൊന്ന് പാടിക്കും. ശരി. വിഘ്നേശ്വര ജന്മ നാളികരം നിന്റെ തൃക്കാക്കലുടയ്ക്കുവാൻ വന്നു. വിഘ്നേശ്വര ജന്മ നാളികരം നിന്റെ തൃക്കാക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. വിഘ്നേശ്വര ജന്മ നാളികരം നിന്റെ തൃക്കാക്കലുടയ്ക്കുവാൻ വന്നു. പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ. അരവണ പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ. വർണ്ണങ്ങൾ തേടും നാവിൻ തുമ്പിന് പുണ്യക്ഷരം തരണേ. ഗണേശ്വര ഗംഗണ പദയേ നമോ നമ. വിഘ്നേശ്വര ജന്മ നാളികരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ചായക്കടയിലെ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നറിയാം. ഇദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് വരാറുള്ള ആളാണോ? സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഇവിടെ ഉള്ള ആളാണോ അതോ അടുത്തുള്ള പായപ്പാട്ടുകാരനാണ് ആള്. ലക്ഷം വീട് കിട്ടി ആനാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അത് ശരിയാണ്. ചേട്ടൻ ചായക്കടയായിട്ട് എത്ര ആളാണ് ഇവിടെ? ഇവിടെ 10-12 വർഷമായി. സാധാരണ പാവപ്പെട്ട ചായക്കടയാണ്. ചേട്ടൻ പാർട്ടി പ്രവർത്തന അല്ലേ? അത് ശരിയാണ്. ഏത് പാർട്ടിയിലാണ്? ഞാൻ CPM കാരനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിത ചുറ്റുപാടൊക്കെ എങ്ങനെയാണ്? വളരെ കഷ്ടത്തിലാണ്. ആണല്ലേ? ഭാര്യ കൂലി വരയ്ക്ക് പോകുന്നു, അതുകൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. ആണോ? സാമ്പത്തികമായിട്ടൊന്നുമില്ല. ആ കുടുംബം തന്നെ വളരെ പരാധീനതയുള്ളവരൊക്കെയാണ്. അത് ശരി. ആ രീതിയിലേക്കാണ് ജീവിക്കുന്നത്. ആണല്ലേ? ഇദ്ദേഹത്തിന് പുറത്തുനിന്ന് വല്ല സഹായങ്ങൾ വല്ലതും ചെയ്യാറുണ്ടോ? ചിലരൊക്കെ സാമ്പത്തികമായിട്ട് ചിലരൊക്കെ വല്ലതൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ മെച്ചപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ട്. അത് ശരിയാണ്. പിന്നെ ഭജനപ്പാട്ട് പാടും. ഇങ്ങനെയൊക്കെ ഭജന ഈ കെട്ട അയ്യപ്പന്മാരുടെ 1000 പൂക്കളങ്ങൾ മാതകവാണികൾ മതപരിതാംഗികൾ മധുമയലാസ്യങ്ങൾ നടത്തുമ്പോൾ. മാതകവാണികൾ മതപരിതാംഗികൾ മധുമയലാസ്യങ്ങൾ നടത്തുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരാത്മനിർവൃതിയിൽ ഹൃദയം കുളിരല തൂന്നു. ഇതുവരെ ഇല്ലാത്തൊരാത്മനിർവൃതിയിൽ ഹൃദയം കുളിരില ചൂടുന്നു. ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിതരമ്യോദയം. ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിതരമ്യോദയം. മെല്ലെ മുഖപടം തെല്ലൊതുക്കി
അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടുന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു.